ഈ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ പൗരന്മാരാണല്ലോ. അപ്പോൾ അതിനെതിരെ വലിയ ആക്ഷേപം നേരിടുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ കൈവിലങ്ങെല്ലാം വെച്ച് അവരെ ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്ന വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ശ്രീജിത്ത്, ഇത് നമ്മൾ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഒന്നാണ്. ഇന്നിപ്പോൾ ഈ BJP തലസ്ഥാനം പിടിച്ചെടുക്കുന്നതിനിടയ്ക്ക് ഈ വാർത്തകളും ചർച്ചയാകും. കാരണം ഇത് കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള വാർത്തയാണ്. ഇവിടുത്തെ ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ ന്യായീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ മാധ്യമങ്ങളൊക്കെ അന്തിച്ചർച്ചകൾ, ഇടതുപക്ഷ സമീപനമുള്ള മാധ്യമങ്ങളൊക്കെ അന്തിച്ചർച്ചകളൊക്കെ കൊടുത്തു. ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തിരുന്നു. അപ്പം അവൻ അതിൽ അവന് അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ടിരുന്നു. അപ്പം അതിൽ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ജേർണലിസ്റ്റാണ് അവനെന്ന് ഞാൻ വിളിക്കുന്നത്. എൻ്റെ അടുത്ത സുഹൃത്തിനെ എനിക്ക് ആ പേര് വിളിക്കാൻ ഇല്ല, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണ്. അപ്പം അവൻ പറയുന്നത്, എൻ്റെ വീട്ടിലൊരാൾ അതിക്രമിച്ച് കയറി, ഞാൻ അയാൾക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എന്നെയും അയാളെയും വിളിച്ചു, അല്ലെങ്കിൽ പോലീസ് അയാളെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ പോലീസ് പറഞ്ഞു ഞാൻ ഇയാൾക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇയാളോടുള്ളൊരു പാവം തോന്നി. എൻ്റെ സുഹൃത്ത് പറയുകയാണ്, കേസ് എടുക്കണ്ട, അല്ലാതെ തന്നെ വിട്ടാൽ മതി, പറഞ്ഞ് മനസ്സിലാക്കി വിട്ടാൽ മതി, കേസ് എടുക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ ഇയാളെ കേസ് എടുക്കാതെ അവിടെ നിന്ന് പോലീസ് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിലേക്ക് പോലീസ് വെറുതെ വിടുന്നു. എൻ്റെ സുഹൃത്ത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇയാളുടെ വീട്ടിലേക്ക് വിടുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് തൊട്ടടുത്തുള്ളവർ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഓട്ടോറിക്ഷയിൽ വിട്ടു, എൻ്റെ ഫോർച്യൂണർ കാറിൽ വിടാത്തത്? അതായത് എൻ്റെ വീട്ടിൽ അതിക്രമിച്ച ഒരാൾ കയറി, അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പോയപ്പോൾ നിങ്ങൾ കേസ് കൊടുക്കണ്ട, പറഞ്ഞ് മനസ്സിലാക്കി വിട്ടാൽ മതി എന്ന് പറയുന്നു. എന്നിട്ട് എൻ്റെ കയ്യിലെ കാശ് മുടക്കി ഞാൻ ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുന്നു. അപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്, എന്തിന് ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു? അയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് പറയുന്നില്ല, എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിനെ കുറിച്ച് പറയുന്നില്ല, എന്നിട്ടും ഞാൻ കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നില്ല, ഞാൻ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടതിനെ കുറിച്ച് പറയുന്നില്ല, എൻ്റെ കാറിൽ എന്തുകൊണ്ട് അയാളെ വീട്ടിൽ എത്തിച്ചില്ല എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയും സെയിം അത് തന്നെയാണ്. ഈ കൈവിലങ്ങം കാലിൽ ചങ്ങലയുമായി ശുചിമുറിയിൽ പോലും പോകാൻ കഴിയാതെ 41 മണിക്കൂർ സൈനിക വിമാനത്തിൽ ഇവരെ നരകയാതന അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ഈ വന്ന 104 പേർ ആരാണ്? ഇതാണ് ചോദ്യം. അനധികൃതമായി കുടിയേറ്റം നടത്തിയവരെ അമേരിക്ക പറഞ്ഞു വിടുന്നു. അമേരിക്ക നോക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയാണ് അവർക്ക് ഏറ്റവും വലുത്. തങ്ങളുടെ രാജ്യത്ത് സുരക്ഷിതത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഒരു ഭരണാധികാരിയും, രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരിയും അവിടെ നിലനിർത്തില്ല എന്നുള്ളത് ട്രംപ് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഈ പോയവരൊക്കെ 2 മാസമായി അമേരിക്കൻ ജയിലിൽ കഴിയുന്നവരാണ്. ഈ വന്ന ഭൂരിപക്ഷം പേരും 2 മാസമായി അമേരിക്കൻ ജയിലിൽ കഴിയുന്നവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പലരും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ സംഘടനയിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് തലവേദനയാകുമല്ലോ, ഇത്രയും ക്രിമിനലുകളെ ഇന്ത്യയിൽ തന്നെ. തീർച്ചയായിട്ടും ഇന്ത്യ അതിൽ അതുകൊണ്ടാണ് ഇന്ത്യ എന്തുകൊണ്ട് മറുപടി പറയാത്തത് എന്ന് ചോദിക്കുന്നതിന് ഇന്ത്യക്ക് പറയാൻ മറുപടിയില്ല. ഇന്ത്യയിൽ നിന്ന് പോയ തീവ്രവാദ സംഘടനകളിൽപ്പെട്ട പലരുമാണ് ഈ അമേരിക്കയിലേക്ക് എത്തിയത്. മെക്സിക്കോ വഴി നടന്നും പല രീതിയിലുള്ള പിൻവാതിലുകളിലൂടെ മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവരൊക്കെ 45 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ചിലവാക്കിയാണ് അമേരിക്കയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പണമൊക്കെ ഉണ്ട് എങ്കിൽ സാധാരണ ജീവിക്കാനാണ് പോണതെങ്കിൽ ഇത്രയും പണം ചിലവാക്കി പോകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളത്. ഇവിടെ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ടാൽ അതിൽ നിന്ന് നല്ല പലിശ കിട്ടും, അത് വാങ്ങിച്ച് തിന്നുകൊണ്ട് നമുക്ക് സ്വൈര്യമായി നമ്മുടെ രാജ്യത്ത് തന്നെ താമസിക്കാം. എനിക്ക് തോന്നുന്നു ഇന്ത്യ പോലെ ജനാധിപത്യപരമായി ഏറ്റവും പരമായി ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഇത്രയും രൂപ ചിലവാക്കി ഇവർ എന്തിനാണ് അവിടെ എത്തിയത് എന്നുള്ളതാണ്. ഈ വന്ന പലരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. അപ്പോൾ ഇവർ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ സൈനിക വിമാനത്തിൽ എത്തിയപ്പോൾ തന്നെ NIA കേന്ദ്ര ഏജൻസി കൃത്യമായി ഇവരെ അവരുടെ അവരുടെ വലയത്തിലേക്ക് എത്തിക്കുകയും ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഞെട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് മാധ്യമങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നല്ല
കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച വാർത്തകൾ കൊടുക്കുന്ന, ഇപ്പോൾ നമ്മളെപ്പോലെ ABC മലയാളം, മീഡിയ മലയാളം പോലെ കൃത്യമായി ന്യൂസുകൾ ഫോളോ ചെയ്ത് കൃത്യമായി വാർത്തകൾ കൊടുക്കുന്ന ചാനലുകൾ ഇവിടെ ഉണ്ട്, ഓൺലൈൻ മാധ്യമങ്ങൾ. അപ്പോൾ മുഖ്യപ്രധാന മാധ്യമങ്ങൾ എന്ത് കള്ളക്കഥ അടിച്ചു വിട്ടാലും ന്യായീകരിച്ചു എന്നാണ് എല്ലാവരും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള വിമർശനം ഉന്നയിക്കുന്നത്. കാരണം കൈവിലങ്ങെല്ലാം വെച്ചു വന്നത് മനുഷ്യത്വപരമല്ലെന്നാണ്. അല്ല, ജയശങ്കർ ന്യായീകരിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഇതിന്റെ കണക്ക് ഉൾപ്പെടെ പറഞ്ഞതാണ്. 2009 മുതൽ ഇത് അമേരിക്ക ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കൈവിലങ്ങ് വച്ചു എന്ന് പറയുന്നത് സൈനിക വിമാനത്തിൽ വരുന്നവർ ചില്ലറക്കാരല്ല, ഇവർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അങ്ങനെ ഉള്ളവരെ എന്ത് ധൈര്യത്തിലാണ് അമേരിക്ക പറഞ്ഞു വിടുന്നത്? ഈ വന്നവരെല്ലാം അമേരിക്കൻ ജയിലിൽ 2 മാസത്തോളം കഴിയുന്നവരാണ്. ഈ പിൻവാതിലിലൂടെ അമേരിക്കയിൽ എത്തി എന്നുള്ളതിന്റെ കാരണം കൊണ്ട് മാത്രമല്ല, ഇവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രാജ്യവിരുദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പലരുമാണ്. അതായത് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ വരെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെതിരെ വരെ തീവ്രവാദം നടത്താൻ അത്രത്തോളം പ്ലാനുകൾ തയ്യാറാക്കി കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നവരെയാണ് അമേരിക്ക പറഞ്ഞു വിട്ടത്. ഇവർ ഈ സൈനിക വിമാനത്തിൽ ഇവരെ സ്വതന്ത്രരായി വിട്ടാൽ, ഈ സൈനിക വിമാനത്തിൽ ഇവർ പരസ്പരം അല്ലെങ്കിൽ ആ വിമാനത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് ഇവർ കാര്യങ്ങൾ എത്തിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ എന്താ പറയുന്നത്? ഇത്രയും ഭീകരരായവരെ നിങ്ങൾ എന്തുകൊണ്ട് അതിൻ്റെതായ സുരക്ഷകൾ പാലിച്ചുകൊണ്ട് പറഞ്ഞയച്ചില്ല എന്നല്ലേ ചോദിക്കൂ. ഇപ്പൊ കൈകാലികൾ ബന്ധിച്ചു വിട്ടു എന്നുള്ളതാണ് ചോദ്യം. നമ്മളൊരു ഭീകരനെ എങ്ങനെയാണ് തുറന്ന ഒരു വളരെ സ്വതന്ത്രമായി എങ്ങനെയാണ് ഒരാളെ നമ്മൾ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ അനധികൃതമായി കുടിയേറി അമേരിക്ക പോലുള്ള രാജ്യത്തെത്തുന്നത്? അമേരിക്ക കാലാകാലങ്ങളായി പറയുകയാണ്, ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ അനധികൃതമായി എത്തിയവരെ വച്ചു പൊറപ്പിക്കില്ല. ഇതിപ്പോ മോദി പറയണോ? അനധികൃതമായി വന്നാലും അമേരിക്ക അവരെ സംരക്ഷിക്കണം? ഇന്ത്യ അതാണോ മറുപടി പറയേണ്ടത്? അല്ല, അങ്ങനെ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടല്ലോ. ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഇന്ത്യയിലുള്ളപ്പോൾ അവർ ഇന്ത്യയിൽ തന്നെ നിലനിർത്തണമെന്നായിരുന്നല്ലോ പ്രതിപക്ഷത്തിന്. അത് നിലനിർത്തിയത് കൊണ്ടാണ് ഇന്ത്യ ഇത്തരം അവസ്ഥയിലേക്ക് പോകുന്നത്. ഏകദേശം 40 ലക്ഷത്തോളം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ കാണിക്കുന്ന ഇത്തരം എന്താ പറയുക, തെമ്മാടിത്തരങ്ങൾ എന്ന് തന്നെ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. ഇത്തരം തെമ്മാടിത്തരങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു അനുകമ്പയും മനസ്സലിവും എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകണമെന്നുണ്ടോ? ഇവിടെ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു BSF ആണെന്നാണ് എൻ്റെ ഓർമ്മ. BSF ആണോ അതോ ഏതോ ഒരു ഭീകരവാദികളെ തുരത്തുന്ന ഒരു നമ്മുടെ മിലിറ്ററി ഏജൻസി ബംഗ്ലാദേശിൽ ഒരു ഭീകരനെ പിടിച്ചത് കാസർഗോഡ് നിന്നാണ്, കാഞ്ഞങ്ങാട് നിന്ന്. 1 വർഷമായി അയാൾ അവിടെ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയാണ്. അനധികൃതമായി വരുന്നവരോട് ഇന്ത്യ കാണിക്കുന്ന അനുകമ്പയാണ് നമ്മുടെ രാജ്യത്തെ ഒരു തീവ്രവാദ ഹബ്ബായി മാറ്റാൻ ഇവർ ശ്രമിക്കാനുള്ള കാരണം. അതായത് ഇന്ത്യയിലേക്ക് വന്നാൽ ഒരു തരത്തിലും ഭയം വേണ്ട, പേടി വേണ്ട എന്നുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിൽ കൃത്യമായ നിലപാടുകൾ എടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പലർക്ക് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ നുഴഞ്ഞു കയറി വന്ന് ഇന്ത്യയെ തകർക്കാൻ സാധിക്കാത്തത്. എത്രയോ ട്രെയിൻ അട്ടിമറികൾ ഇവർ നടത്താൻ തീരുമാനിച്ചു. അപ്പൊ ഇത്തരത്തിൽ അമേരിക്കയിൽ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെ അത് ബാധിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് ട്രംപ് ഈ നിലപാട് സ്വീകരിച്ചത്. അതിൽ ഇന്ത്യ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? 2009 മുതൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ മുതൽ ഇതിവിടെ ഉണ്ട്. എന്നാൽ അന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് അമേരിക്കയോട് പറഞ്ഞില്ല, വന്നവരെയൊക്കെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം, ഞങ്ങളുടെ ഇന്ത്യക്കാർ അവിടെ തന്നെ നിൽക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ, ഞങ്ങൾ ചെയ്യാമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ മോദി സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ ഭരിക്കുന്നിടത്തേക്ക് ചങ്ങലയിട്ടിട്ടം അങ്ങനെ എന്തുവാണ് ഇന്നലെ മനോരമ കൊടുത്തത്. അപ്പോൾ ഈ ഭീകരവാദികളെ ആണെങ്കിലും ഇന്ത്യ സംരക്ഷിക്കണമെന്ന് നിലപാടെടുക്കുന്ന ചില മാധ്യമങ്ങളോട് വെറും പുച്ഛം മാത്രമേ നമുക്ക് പറയാനുള്ളൂ.